മക്കളെ, കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനൻ പോർക്കളത്തിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ താൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിക്കേണ്ട കൗരവപക്ഷത്തെ മഹാരഥന്മാരെയെല്ലാം ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ രഥം യുദ്ധഭൂമിയുടെ നടുക്ക് നിർത്തണമെന്ന് അർജുനൻ ആവശ്യപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ അപ്രകാരം ചെയ്തു. എതിർപക്ഷത്ത് സൈന്യത്തലവന്മാരായി അണിനിരന്നിട്ടുള്ള കൗരവശ്രേഷ്ഠന്മാരെ കണ്ടപ്പോൾ അർജുനന് മോഹാലസ്യമുണ്ടായി തേർത്തട്ടിൽ തളർന്നിരുന്നു പോയി. മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന പാർത്ഥനെ യുദ്ധസന്നദ്ധനാക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഉപദേശങ്ങളെല്ലാം സമാഹരിച്ച് വ്യാസൻ ഭഗവത്ഗീത എന്ന ഒരു പ്രത്യേക ഭാഗമായി മഹാഭാരതത്തോടൊപ്പം ചേർത്തിരിക്കുന്നു. ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങളാണ് ഉള്ളത്. ഇതിൽ ശ്ലോകങ്ങളായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങളുടെ രൂപത്തിൽ മാനവ ജീവിതത്തിൽ കർമ്മം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തുടങ്ങിയ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളെക്കുറിച്ചും വേദവ്യാസൻ ചർച്ച ചെയ്യുന്നു. ധർമ്മത്തിന് എപ്പോഴെല്ലാം അപജയം സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ മഹാവിഷ്ണു അവതരിക്കുമെന്ന് തുടങ്ങി നിന്റെ അധികാരം ഫലം ഇച്ഛിക്കാതെയുള്ള കർമ്മം ചെയ്യുക മാത്രമാണെന്നും കർമ്മം ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നത് കൊടും പാപമാണെന്നും പറഞ്ഞ് അർജുനനെ യുദ്ധസന്നദ്ധനാക്കി. ഗീതയിലെ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ആവശ്യം വിശദീകരിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ഗീതമായ ഉപദേശത്തെ അവസാനിപ്പിക്കുന്നു. സഞ്ജയൻ ഈ കണ്ട കാഴ്ചയെല്ലാം ധൃതരാഷ്ട്രർക്ക് വിശദമാക്കി കൊടുത്തു. ഇനി നമുക്ക് കഥാസന്ദർഭത്തിലേക്ക് മടങ്ങാം. ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനന് കൃഷ്ണൻ്റെ വൈഷ്ണവ രൂപമായ വിരാട് രൂപം കാണണമെന്ന് ആഗ്രഹമുണ്ടായി. വിരാട് എന്ന പദത്തിന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപത്തെയാണ് അർജുനൻ കാണണമെന്ന് ആഗ്രഹിച്ചത്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, ഇനി നീ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും അനേകായിരം രൂപങ്ങൾ ഒത്തുചേർന്നതും അലൗകികവുമായ ആ രൂപം കണ്ടുകൊള്ളുക. വാനോളം വളർന്നു നിന്ന രൂപത്തിൽ 12 സൂര്യന്മാരും 8 വസുക്കളും 11 രുദ്രന്മാരും 2 അശ്വനിദേവന്മാരും 49 മരുത്തുക്കളും മുൻപ് അർജുനൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എണ്ണമറ്റ രൂപങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം അർജുനന് മുന്നിൽ കാട്ടിക്കൊടുത്തു. 8 വസുക്കൾ എന്താണെന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ 8 ശക്തികളാണ് അഷ്ടവസുക്കൾ. ആകാശം, ഭൂമി, വായു, അഗ്നി, നക്ഷത്രങ്ങൾ, ജലം, സൂര്യൻ, ചന്ദ്രൻ എന്നിവരെയാണ് അഷ്ടവസുക്കളെന്ന് അറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ്റെ അലൗകികമായ രൂപം കണ്ട് അർജുനൻ അത്ഭുതസ്തബ്ധനായി നിന്നുപോയി. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, മഹാരാജാവേ, എണ്ണമറ്റ മുഖങ്ങളും ആയിരക്കണക്കിന് കൈകളും അവയിലെല്ലാം വൈവിധ്യമാർന്ന ആയുധങ്ങളും അർജുനൻ ദർശിച്ചു. കൂപ്പുകൈകളോടെ പാർത്ഥൻ പറഞ്ഞു, പ്രപഞ്ച സൃഷ്ടാവായ മഹാബാഹോ, സകല ദേവന്മാരെയും ഭൂതഗണത്തെയും പത്മമധ്യത്തിൽ ഉപവിഷ്ടനായ ബ്രഹ്മദേവനെയും ശ്രീ പരമേശ്വരനെയും ദേവർഷികളെയും ദിവ്യനാഗങ്ങളെയും ഈ രൂപത്തിൽ ഞാൻ കാണുന്നു. ഭഗവാനെ, അങ്ങയുടെ വിരാട് രൂപത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ദേവ, അങ്ങയുടെ ഈ മഹാരൂപം കണ്ട് 3 ലോകങ്ങളിലുമുള്ളവർ ഭീതി പൂണ്ടിരിക്കുന്നു. ഈ ലോകവും പാതാളവും സ്വർഗവും ഈ പ്രപഞ്ചം ഒക്കെ തന്നെയും അങ്ങിൽ ലയിച്ചിരിക്കുന്നു. യക്ഷന്മാരും രക്ഷോഗണങ്ങളും സിദ്ധചാരണന്മാരുമെല്ലാം അങ്ങയെ സ്തുതിക്കുന്നത് ഈ രൂപദർശനം മൂലം അവർക്കുണ്ടാകുന്ന ഭയം മൂലമാണ്. ദേവദേവ, എനിക്കും ഇത് കണ്ടു നിൽക്കുവാൻ കഴിയുന്നില്ല. ദേവേശ, അവിടുന്ന് പ്രസാദിക്കണം. ധാർത്തരാഷ്ട്രന്മാർ മുഴുവനും അവർക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാ രാജാക്കന്മാരും ഈ രൂപത്തിലേക്ക് വിലയം പ്രാപിക്കുന്നത് ഞാൻ കാണുന്നു. കൗരവപക്ഷത്തെ ഭീഷ്മരും ദ്രോണരുമടങ്ങുന്ന മഹാരഥികളെല്ലാം അങ്ങയുടെ വായിലൂടെ കടന്ന് ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നത് എനിക്ക് കാണാം. കൗരവപക്ഷത്തെ എല്ലാ യോദ്ധാക്കളും അങ്ങയുടെ മുഖങ്ങളിൽ കത്തുന്ന അഗ്നിയിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ വീണൊടുങ്ങുകയാണ്. ലോകാദിനാഥ, സർവ്വലോകത്തിനും കാരണഭൂതനായ അങ്ങ് ആരാണ്? അങ്ങയെ ഞാൻ എൻ്റെ നേത്രബാഷ്പങ്ങളാൽ അഭിഷേകം ചെയ്യുന്നു. അങ്ങ് ആരാണെന്നറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭഗവാൻ പറഞ്ഞു, ധനഞ്ജയ, ലോകം മുഴുവൻ നശിപ്പിക്കുവാൻ കഴിവുള്ള മഹാകാലനാണ് ഞാൻ. നീ യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ഇവരെല്ലാം നശിക്കും.
അതിനാൽ നീ എഴുന്നേൽക്കൂ, ശത്രുക്കളോട് പടവെട്ടി നീ നിന്റെ കർമ്മം നിറവേറ്റുക. അങ്ങനെ നിനക്ക് അളവറ്റ കീർത്തിയും ധനധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ രാജ്യവും ലഭിക്കും. ഇനി ദുഃഖങ്ങളല്ല നിന്നെ കാത്തിരിക്കുന്നത്, ദൈവദത്തമായ രാജസുഖങ്ങളാണ്. പാർത്ഥ, ഭീഷ്മർ, ദ്രോണർ, ജയദ്രഥൻ, കർണൻ തുടങ്ങിയവരെല്ലാം എന്നാൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നീ അതിനെല്ലാം ഹേതുവാകുക മാത്രമേ വേണ്ടൂ. ഭയം വെടിയൂ, നിന്റെ വിജയം സുനിശ്ചിതമാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, രാജാവേ, ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ കേട്ട് സംഭ്രമത്താൽ വിറച്ചുകൊണ്ട് പാർത്ഥൻ ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഗദ്ഗതത്തോടെ പറഞ്ഞു, സർവ ചരാചരങ്ങളിലും അന്തര്യാമിയായ ജഗദീശ, സർവ പ്രപഞ്ചവും അങ്ങയെ വണങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നു. അഷ്ടവസുക്കളും സൃഷ്ടികർത്താവും സംഹാരകാരകനായ മഹാദേവനും യക്ഷചാരണ കിന്നരന്മാരും ഗന്ധർവന്മാരും രാജർഷിമാരും തുമ്പുരു നാരദ മഹർഷി ഈശ്വരന്മാരും അങ്ങയെ നമിക്കുന്നത് എനിക്ക് കാണാം. ഈ ത്രിലോകത്തിലെങ്ങും അവിടുത്തേക്ക് തുല്യമായി ഒരു ദേവനുമില്ല. വീണ്ടും വീണ്ടും അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ, എൻ്റെ ഈ ശരീരത്തെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ദേവ, പൂർവ്വജന്മങ്ങളിൽ പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് അടിയന് ലഭിച്ചത്. മുമ്പെങ്ങും ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ ദിവ്യദർശനം എൻ്റെ മനസ്സിൽ ആനന്ദത്തിൻ്റെ മഹാപ്രളയം തന്നെ സൃഷ്ടിച്ചു. അതിനാൽ അവിടുന്ന് ചതുർഭുജനായ മഹാവിഷ്ണു രൂപത്തെ കൂടി കാട്ടിത്തരണം. ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, എന്നിലടങ്ങുന്ന യോഗശക്തിയാൽ ഞാൻ എൻ്റെ വിശ്വരൂപം നിനക്ക് കാട്ടിത്തന്നു. വേദം പഠിച്ചതുകൊണ്ടോ കഠിന തപസ് അനുഷ്ഠിച്ചതുകൊണ്ടോ യാഗാദി യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിച്ചതല്ലോ ഈ രൂപം ദർശിക്കുവാൻ ആർക്കും കഴിയില്ല. ഈ കരാള രൂപം കണ്ടതിനാൽ നിനക്ക് ദുഃഖമോ മൗഢ്യമോ വേണ്ട. ഇതാ ശംഖചക്രാദി സരോജങ്ങൾ ധരിച്ച ചതുർബാഹുവായ എൻ്റെ വിഷ്ണു രൂപവും കൂടി നീ കണ്ടുകൊള്ളൂ. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, വിശ്വരൂപ ദർശനത്താൽ സംഭീതനായ സവ്യസാചിയെ ശാന്തരൂപിയായ ചതുർബാഹു ആയി പ്രത്യക്ഷപ്പെട്ട് സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, കിരീടി, എൻ്റെ ഈ ചതുർബാഹു രൂപവും സാധാരണ ആർക്കും ദർശിക്കുവാൻ കഴിയില്ല. തപസ്, ദാനം, യജ്ഞം തുടങ്ങിയവയാൽ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുന്നതല്ല എൻ്റെ ഈ രൂപവും. അനന്യമായ ഭക്തിയോടെ എന്നെ ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. എന്നെ ധ്യാനിച്ച് സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും എന്നിൽ മുഴുകി ആസക്തിരഹിതനായിരിക്കുകയും ഒരു ജീവിയോടും വൈരം പുലർത്താതിരിക്കുകയും ചെയ്യുന്നവനായ ഭക്തന് മാത്രമേ എൻ്റെ ഈ രൂപം കാണാൻ കഴിയൂ. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഈ പ്രപഞ്ചത്തിനാകെ ഹേതുഭൂതനായ വിഷ്ണു മറ്റാരിലും കാണാത്ത ഭാവനയോടെ എന്നും അങ്ങയുടെ ഈ രൂപഗുണത്തെ മനസ്സിൽ വെച്ച് നടക്കുന്ന ധാരാളം ഭക്തന്മാരുണ്ട്. വേറെ ചിലർ രൂപമില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മത്തെ ആരാധിക്കുന്നു. ഇവരിൽ ശ്രേഷ്ഠരായ വിഭാഗക്കാർ ആരാണ്? ഭഗവാൻ പറഞ്ഞു, കിരീടി, എന്നെ നിരന്തരം ധ്യാനിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നവർ ഉത്തമയോഗികളാണ്. അചഞ്ചല ഭക്തിയോടെ സച്ചിദാനന്ദ ബ്രഹ്മത്തെ ഇന്ദ്രിയങ്ങളെ അടക്കി വെച്ച് ധ്യാനിക്കുന്നവനും എന്നിൽ തന്നെ വന്നു ചേരുന്നു. എന്നാൽ ഇവരുടെ സാധന ക്ലേശകരമാണ്. പാർത്ഥ, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് ബ്രഹ്മത്തെ ധ്യാനിച്ച് എല്ലാം എന്നിൽ സമർപ്പിച്ച് അനന്യഭാവനയോടെ നിരന്തരം എന്നെ ഭജിക്കുന്ന യോഗിയെ ജനന മരണങ്ങൾ ഇടകലർന്ന ജീവിതസാഗരത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കുന്നു. നിന്നിലെ നിന്നെ നീ എന്നിൽ സമർപ്പിക്കൂ. മനസ്സും ബുദ്ധിയും എന്നിലേക്ക് കൊണ്ടുവരൂ. ഇപ്രകാരം നിനക്ക് എന്നെ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അഭ്യാസയോഗത്താൽ എന്നിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കൂ. അതിന് കഴിയുന്നില്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നതിന് ശ്രമിക്കൂ. ഇപ്രകാരം നീ എന്നെ പ്രാപിക്കുന്നതിൽ സമ്പൂർണ്ണനാകൂ. അർജുന, നിന്റെ കർത്തവ്യങ്ങളെയെല്ലാം എന്നിൽ സമർപ്പിച്ച് എല്ലാറ്റിനും ശക്തനും എല്ലാറ്റിനും കാരണക്കാരനുമായ എന്നിൽ തന്നെ ശരണം പ്രാപിക്കുക. നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം. പാർത്ഥ, ഞാൻ നിനക്ക് നൽകിയ സാരവത്തായ ഈ ഉപദേശങ്ങൾ തപോനിഷ്ഠയില്ലാത്ത ഒരുവനും നൽകരുത്. ഈ ഗൂഢഗീതം കേൾക്കുന്നവനും അതിനൊത്ത് പ്രവർത്തിക്കുന്നവനും ജനനമരണങ്ങളില്ല. സനാതനമായ ബ്രഹ്മത്തിൽ അവൻ ലയിച്ചു ചേരും. അർജുനൻ പറഞ്ഞു, ആദിമധ്യന്ത സ്വരൂപ, നിന്റെ വാക്കുകൾ എൻ്റെ മൗഢ്യമെല്ലാം നീക്കി. നിന്റെ ആജ്ഞകൾക്കൊത്ത് കർമ്മങ്ങൾ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നിന്റെ ഗീതം കേട്ടതോടെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ മുഴുവൻ എന്നിൽ നിന്നും ഒഴിഞ്ഞുപോയിരിക്കുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, മഹാരാജാവേ, ശ്രീകൃഷ്ണനും അർജുനനും ചേർന്ന് ചെയ്ത സംവാദങ്ങളെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. സാക്ഷാൽ ജീവാത്മാവും പരമാത്മാവുമായ
ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് തന്നെ എനിക്കത് കേൾക്കാൻ കഴിഞ്ഞതേ സൗഭാഗ്യം. അപ്പോൾ അർജുനൻ്റെ അവസ്ഥ അങ്ങ് ഓർത്തു നോക്കൂ. ആ വരമൊഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അനിർവചനീയമായൊരു അനുഭൂതി എനിക്ക് അനുഭവപ്പെടുന്നു. മഹാരാജാവേ, പാർത്ഥൻ ഗാന്ധീവവും ആവനാഴിയും ധരിച്ച് ഉത്തിഷ്ഠനായി രഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.